നമസ്കാരം. KCU വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവ്, അതുല്യനായ നവോത്ഥാന നായകൻ എന്നീ നിലകളിൽ മഹാത്മാ അയ്യൻകാളിയുടെ വർത്തമാനകാല പ്രസക്തി വർദ്ധിക്കുകയാണ്. അയ്യൻകാളിയുടെ 73ാം ചരമവാർഷിക ദിനാചരണങ്ങൾ സംസ്ഥാന വ്യാപകമായി ആചരിച്ചു. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച പുളുങ്കുന്ന് ആലപ്പുഴ മണ്ണഞ്ചേരി പ്രദേശവാസികൾ വെൽഫെയർ പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വികസനമെന്തെന്നറിയാതെ കുട്ടനാട്ടിലെ ഉൾനാടൻ പ്രദേശങ്ങളായ കുപ്പപ്പുറവും നടുത്തുരുത്തും ഇലക്ഷൻ കാലത്ത് വാഗ്ദാന പെരുമഴയെങ്കിലും ഏട്ടിലെ പശു പുല്ലുതിനില്ലെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ഇന്ന് നമുക്ക് സങ്കല്പിക്കാനാവാത്ത വിധം അടിച്ചമർത്തപ്പെട്ടിരുന്ന കേരളത്തിലെ പിന്നോക്ക സമൂഹത്തെ ആധുനിക ചിന്തകൾ സ്വീകരിക്കുവാൻ പാകപ്പെട്ട ഉയർന്ന മാനസിക നിലവാരത്തിലേക്ക് ഉയർത്തി ആത്മാഭിമാനമുള്ളവരാക്കി തീർത്തത് മഹാത്മാ അയ്യൻകാളിയാണെന്ന് ഗാനരചയിതാവ് കലവൂർ വിജയൻ. തന്റെ 13ാം വയസ്സിൽ തന്നെ അയ്യൻകാളി സ്വാതന്ത്ര്യദാഹം പ്രകടമാക്കിയിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി 30ാം വയസ്സിൽ അയ്യൻകാളി നയിച്ച വില്ലുവണ്ടി യാത്ര സമരം മുതൽ 1913-14 പൊതുവിദ്യാഭ്യാസ അവകാശം സ്ഥാപിക്കുവാൻ വേണ്ടി നടത്തിയ ഐതിഹാസിക കാർഷിക പണിമുടക്ക് വരെയുള്ള സമരങ്ങൾ എല്ലാ മർദ്ദനങ്ങളെയും അടിച്ചമർത്തലുകളെയും മറികടന്ന് സാമൂഹ്യ പരിവർത്തന പാത ഒരുക്കുന്നതിലേക്ക് മുന്നേറാൻ സഹായകരമായത് ഈ സമരങ്ങളാണ്. ഈ മുന്നേറ്റം കേരള ചരിത്രത്തിലെ അനിതര സാധാരണമായ ഒരു അധ്യായമായി നിലകൊള്ളുക തന്നെ ചെയ്യുമെന്നും കലവൂർ വിജയൻ പറഞ്ഞു. മഹാത്മാ അയ്യൻകാളിയുടെ 73ാം പരിനിർവാണ ദിനത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഗുരുദേവനെ കുറിച്ചും ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറെ കുറിച്ചും അതേപോലെ തന്നെ നമ്മളെ നയിക്കുന്ന പ്രസ്ഥാനങ്ങളെ കുറിച്ചും നമ്മളെ നയിക്കുന്ന രാഷ്ട്രീയങ്ങളെ കുറിച്ചും ഈ കേരളത്തെ കുറിച്ചും ഇന്ത്യയെ കുറിച്ചും ഒരല്പം വീതം ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അതിന് നേട്ടം എന്താണെന്ന് വെച്ചാൽ, അയ്യൻകാളി ഗുരുദേവനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ റെഡി ഉത്തരവായിരിക്കണം നമ്മുടെ മനസ്സിൽ. ഏത് വിഷയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ, അഭിപ്രായം നമ്മൾ അങ്ങോട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ മുട്ടുപടക്കേണ്ട കാര്യമില്ല. ബാബാ സാഹേബ് അംബേദ്കറെ കുറിച്ചും അത് തന്നെ. അതുപോലെ തന്നെ രാഷ്ട്രീയങ്ങളെ കുറിച്ചാണെങ്കിലും നമ്മുടെ സമുദായത്തെ കുറിച്ചാണെങ്കിലും നമ്മുടെ ഈ കേരളത്തെ കുറിച്ചാണെങ്കിലും എന്തിനെ കുറിച്ചാണെങ്കിലും ഈ ഭൂമിക്കും ആകാശത്തിനിടയിലെ എന്തിനെ കുറിച്ച് ചോദിച്ചാലും അതിന് മറുപടി പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. കാവാലം മഹാത്മാ അയ്യൻകാളി സഹായ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഭിലാഷ് കൊച്ചുതറ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് K രാഘവൻ അധ്യക്ഷനായി. T ശശി, നിഷ ഷൈജു, MK സജീവ് കുമാർ, AC രാജു, KK ശ്രീജാമോൾ എന്നിവർ സംസാരിച്ചു. കേരള പുലയ മഹാസഭ ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യൻകാളിയുടെ ചരമദിനം ആചരിച്ചു. യൂണിയൻ പ്രസിഡന്റ് പ്രകാശ് വാഴപ്പള്ളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ധാന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി, അത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ജനവിധിയായിട്ട് മാത്രമായിരുന്നു ഇവിടുത്തെ പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളെ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിന്റെ അനുസരിച്ചാണ് മഹാത്മാ അയ്യൻകാളുടെ വരവോടുകൂടി അതിന് മാറ്റമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പാടശേഖരങ്ങൾ പണിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണെങ്കിൽ നിശ്ചിത സമയവും നിശ്ചിത കൂലിയും നിശ്ചിത സമയങ്ങളിലെ വിശ്രമവും വിദ്യാഭ്യാസത്തിനും വേണ്ടി മഹാത്മാ അയ്യൻകാളി തിരുവിതാംകൂറിന്റെ വഞ്ചിനാടെന്ന് പറയുന്ന ഇന്നത്തെ കുട്ടനാടിനെ 2.5 വർഷക്കാലം മുട്ടിപ്പുല്ല് കുലിപ്പിച്ചുകൊണ്ട് നടന്ന ഐതിഹാസിക സമരത്തിന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഇവിടുത്തെ കാർഷിക സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാനുഭാവനാണ് മഹാത്മാ അയ്യൻകാളി ഗുരുദേവൻ. അനിൽ വെട്ടിത്തുരുത്ത് അധ്യക്ഷനായി. KPMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജനി കൃഷ്ണകുമാർ, CK ബിജുക്കുട്ടൻ, ബാബുരാജ്, ജഗദമ്മ, രാധാ ബിജു എന്നിവർ സംസാരിച്ചു. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുളുങ്കുന്ന് ആലപ്പുഴ മണ്ണഞ്ചേരി പ്രദേശങ്ങളിലും സ്റ്റേഷനിലും നിരപരാധികളെ തല്ലിച്ചതച്ചതിനെതിരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ വീട്ടുപരിസരത്ത് ബോൾ വീണതിനെ തുടർന്ന് സ്ത്രീ നൽകിയ പരാതിയുടെ പേരിൽ പുളുങ്കുന്ന 60 പട്ടികജാതി കോളനിയിലെ യുവാക്കളെ പുളുങ്കുന്ന് പോലീസ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു. മർദ്ദനമേറ്റ അഭിലാഷ്, ദിനേശ് എന്നീ യുവാക്കൾ ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. മക്കളെ പുളുങ്കുന്ന് പോലീസ് ഇൻസ്പെക്ടർ ക്രൂരമായി മർദ്ദിച്ചതറിഞ്ഞ് വീട്ടമ്മമാരിൽ ചിലർ പരാതിക്കാരിയായ യുവതിയെ കയ്യേറ്റം ചെയ്തതെന്നും ആരോപണമുണ്ട്.
ഇതിൽ ഉൾപ്പെട്ട 9 യുവാക്കളെയും അമ്മമാർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ ഇവരാരും ഇപ്പോൾ കോളനിയിൽ താമസിക്കാതെ ഭയന്ന് ബന്ധുവീടുകളിൽ അഭയം തേടിയിരിക്കുകയാണെന്നും പുളുങ്കുന്നിൽ നിന്നും മാർച്ചിൽ പങ്കെടുത്തവർ പറഞ്ഞു. മുനിസിപ്പൽ ടൌൺ ഹാളിന് സമീപത്തു നിന്നും മാർച്ച് ആരംഭിച്ചു. SP ഓഫീസിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കുര്യപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയും മണ്ണഞ്ചേരിയും പുളിങ്കുന്നും അടക്കം ഉള്ള പോലീസ് സ്റ്റേഷനിൽ കായംകുളത്തും ഭീകരമായി സാധാരണ ജനങ്ങളെ വിവിധ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവവികാസങ്ങൾ ആവർത്തിച്ചു വരികയാണ്. ഇത് എന്തെങ്കിലും ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളാക്കപ്പെട്ടവരുടെ നേരെയല്ല, നിരന്തരമായി ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുന്നവരുടെ നേരെയല്ല, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലും തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലും നമ്മുടെ പോലീസുകാർ ആദരവോട് നമ്മൾ പോലീസുകാരെ എത്രമാത്രം കണ്ടാലും ഇത്തരം വഴിവിട്ട ചില ആലോചനകളുടെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരുടെ നേരെ ഭീകരമായ അഴിഞ്ഞാട്ടം, അക്രമം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് മോഹൻ പി മാവേലിക്കര അധ്യക്ഷനായി. നാസർ ആറാട്ടുപുഴ, സജീവ് ദിലാൽ, N സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇലക്ഷൻ കാലം കൈനകരി, കുപ്പപ്പുറം, നടുത്തുരുത്ത് പ്രദേശവാസികൾക്ക് വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷും കൈനകരി വികസന സമിതിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമൊക്കെ കൈനകരിയുടെ സമഗ്ര വികസനം സാധ്യമാക്കുമെന്ന് പറയുമ്പോഴും ഇവരുടെ ജീവിതം ദുരിതപൂർണമായി തുടരുകയാണ്. വികസനത്തിന്റെ കൈകൾ എത്തിപ്പെടാത്ത പ്രദേശമാണ് കൈനകരി, കുപ്പപ്പുറം, നെഹ്റു ട്രോഫി തുടങ്ങിയ പ്രദേശങ്ങൾ. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നിട്ടും കുടിക്കാൻ ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. കുടിവെള്ളം എന്നത് ഇവർക്ക് പമ്പയാറ്റിലെ മലിനജലം മാത്രമാണ്. ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഒക്കെ നിരവധി കുടിവെള്ള പദ്ധതികളും കുട്ടനാട് MLAയുടെ വക ഓവർഹെഡ് ടാങ്ക് നിർമ്മാണവുമൊക്കെ ജലരേഖകളായി മാറി. നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണത്തോടെ കുട്ടനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും ശുദ്ധജലമെത്തുമെന്ന പ്രഖ്യാപനവും നടന്നില്ല. കുട്ടനാട്ടിലെ കുടിവെള്ള വിതരണത്തിനായി 200 കോടിയുടെ പദ്ധതിക്ക് അനുമതിയായെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറയുമ്പോഴും ഏട്ടിലെ പശു പുല്ല് തിന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മഴക്കാലമെത്തിയതോടെ ആകെയുള്ള നടപടികൾ വെള്ളത്തിലായി തുടങ്ങി. അംഗനവാടിയിലേക്കും പള്ളിക്കൂടങ്ങളിലേക്കും പോകുന്ന കുട്ടികൾ കാൽവഴുതി കായലിൽ പതിച്ച സംഭവങ്ങളും ഒറ്റപ്പെട്ടതല്ല. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് പല കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടത്. ഒന്നല്ല 2 വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്താതായിട്ട്. കാരണം സന്ധ്യ കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ പോയി വരുമ്പോഴത്തേക്ക് ഈ രാത്രിക്കാണ് ഈ ഇരുട്ട് ഈ വഴിയിലൂടെ വരുന്നത്. അപ്പോൾ ഒന്നുമില്ല കടവ് കാണത്തില്ല, ഇല്ലെങ്കിൽ ഇവിടെ ഈ കട്ടയൊക്കെ ഇറക്കിയിട്ടിരിക്കുന്ന സമയത്ത് വെട്ടമില്ല, ഞങ്ങൾക്ക് ഒന്നൊരു കാര്യത്തിനും നടന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും അത്യാവശ്യം ഞങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റ് വേണം. രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് കുടിവെള്ളം. ഇപ്പം വരുന്ന കുടിവെള്ളത്തിൽ മുഴുവൻ അഴുക്കാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വെള്ളമൊന്നും അല്ല ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ കൊച്ചു കുഞ്ഞുങ്ങളാണ് സന്ധ്യയ്ക്ക് നടന്നു വരുമ്പോൾ വെള്ളത്തിൽ പോകുന്നത്. ഈ കുട്ടി കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ പോയി. വെള്ളത്തിൽ നിന്ന് ഞാൻ പൊക്കിയെടുക്കുമായിരുന്നു. സന്ധ്യ സമയത്ത് ബോട്ടിറങ്ങി വരുമ്പോഴാണ് വെള്ളത്തിൽ പോയത്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ കുപ്പപ്പുറം, നടുത്തുരുത്ത് പ്രദേശങ്ങളിൽ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും പമ്പയാറ്റിലെ മലിനജലമാണ് കയറ്റിവിടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. എന്തൊക്കെയായാലും ശുദ്ധജലം കുടിക്കണമെങ്കിൽ കുട്ടനാട്ടുകാർ കാശ് കൊടുത്ത് കുപ്പിവെള്ളം കുടിക്കേണ്ട ഗതികേടിലാണെന്ന് ചുരുക്കം. പരിഭവങ്ങൾ പലതുണ്ടെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരാവശ്യം മാത്രം: അധികാരികൾ തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും നിറവേറ്റിത്തരിക എന്നതു മാത്രം. കൈനകരിയിൽ നിന്നും ക്യാമറമാൻ മർഡോണയ്ക്കൊപ്പം സാനു, KCB ന്യൂസ്. ജീവിത സായാഹ്നത്തിൽ ഒരു കൈത്താങ്ങായി മാറാൻ PZ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച സായന്തനം കൂട്ടായ്മയ്ക്ക് സാധിക്കുമെന്ന് കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമനക്കുട്ടൻ ജനാർദ്ദനൻ പറഞ്ഞു. കാവാലം PZ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വൃദ്ധജനങ്ങൾക്കായി ആരംഭിച്ച സായന്തനം കൂട്ടായ്മ കാവാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ നിരവധി വെല്ലുവിളികളെ നേരിടേണ്ടതായി വരുന്നു. സാമൂഹികവും മാനസികവും ജീവശാസ്ത്രപരവുമായ കാരണങ്ങൾ ഇതിനുണ്ട്. ഗൃഹാന്തരീക്ഷത്തിലും നിരവധി ക്രൂരതകൾക്ക് വൃദ്ധജനങ്ങൾ വിധേയരാകുന്നു. ഇവർക്കാവശ്യമായ നിയമപരവും സാമൂഹ്യപരവുമായ സഹായങ്ങൾ സായന്തനം കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടാകുമെന്നും ഓമനക്കുട്ടൻ ജനാർദ്ദനൻ പറഞ്ഞു. അമ്മമാരെയൊക്കെ നോക്കുന്ന കാര്യത്തിൽ പുതിയ തലമുറകൾ വളരെ വളരെ പിന്നോക്കമാണ്. അതിനൊക്കെ നമുക്ക് വളരെ മാതൃകാപരമായി തന്നെ നമ്മുടെ മക്കളോട് നമുക്ക് പറയുവാൻ, അതിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്കെതിരെ തിരിയുന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടികളുമൊക്കെയായി സ്വീകരിക്കുവാൻ നിങ്ങൾ ഇതുപോലുള്ള സന്ദർഭങ്ങളൊക്കെ ഏറെ പ്രയോജനപ്പെടുന്നു. മറ്റാര് പറയുന്നതിനേക്കാളൊക്കെ ഉപരി നിങ്ങളൊക്കെ ചെന്ന് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ പരിഹാരം കാണുവാനായിട്ട് സാധ്യമാകും. ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് റോജോ ജോസഫ് അധ്യക്ഷനായി. ഫാദർ കുര്യാക്കോസ് കണ്ണൻകര അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജോഷി ആപ്പീസിൽ, D ഉണ്ണികൃഷ്ണൻ, CA ബെർണഡിറ്റ, KR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സഫല ജീവിതം എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തിൽ ഡോക്ടർ രാജു D കൃഷ്ണപുരം ക്ലാസ് നയിച്ചു. ഇനിയൊരു ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. ബിവറേജസ് കോർപ്പറേഷന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും ജീവനക്കാർ ജൂലൈ 30 നടത്തുന്ന സൂചന പണിമുടക്കിന് മുന്നോടിയായി സംസ്ഥാന വ്യാപകമായി വെയർഹൌസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ വെയർഹൌസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CITU സംസ്ഥാന സെക്രട്ടറി VS മണി ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വിദേശ മദ്യ വ്യവസായ തൊഴിലാളി സംയുക്ത സമരസമിതി നേതൃത്വത്തിലാണ് ജൂലൈ 31 ഷോപ്പുകൾ അടച്ച സൂചന പണിമുടക്ക് നടത്തുന്നത്. അംഗീകരിച്ച സ്റ്റാഫ് പാറ്റേൺ അടിയന്തരമായി നടപ്പാക്കുക, ജീവനക്കാർ കുറഞ്ഞ ഷോപ്പുകളിൽ അടിയന്തരമായി നിയമനം നടത്തുക, ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ആവശ്യങ്ങൾ അംഗീകരിക്കാനോ ഉണ്ടാക്കി ഒത്തുതീർപ്പെങ്കിലും നടപ്പിലാക്കാനോ തയ്യാറാകാത്തൊരു സാഹചര്യത്തിലാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന CITU, AITUC, BMS, INTUC തുടങ്ങിയിട്ടുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു സംയുക്ത പ്രക്ഷോഭ സമിതി രൂപീകരിച്ചുകൊണ്ട് അടുത്ത മാസം 3-ാം തീയതി സംസ്ഥാന വ്യാപകമായി ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് നടത്താനും അതുകൊണ്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കം നടത്താനും വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹെഡ് ഓഫീസിന് മുമ്പിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഹരിഹരൻപിള്ള, ദയാനന്ദൻ പൈ, ജവഹർലാൽ O. ആന്റണി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കുട്ടനാട്ടിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ താറാവ് കർഷകർക്കായി താറാം കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. 24 ദിവസം വളർച്ചയെത്തിയ കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. ഓരോ പഞ്ചായത്തിലെയും മൃഗാശുപത്രി മുഖാന്തരമാണ് താറാം കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. പുളുങ്കുന്ന് കാവാലം പഞ്ചായത്ത് മൃഗാശുപത്രികളിൽ നടന്ന വിതരണത്തിന് വെറ്ററിനറി സർജൻമാർ നേതൃത്വം നൽകി. താറാവ് കർഷകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തുടർന്ന് നൽകുമെന്നും അവർ KCV വാർത്തകളോട് പറഞ്ഞു. ഇത് പുളുങ്കുന്ന് പഞ്ചായത്തിൽ മാത്രമല്ല, എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. കുട്ടനാട് പാക്കേജ് ആയതുകൊണ്ട് അപ്പർ കുട്ടനാട്, ലോവർ കുട്ടനാട് ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് 25 ദിവസം പ്രായമായതിനെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അതിന്റെ കോസ്റ്റ് ഇഫക്റ്റീവ് ആകാനായിട്ടാണ് 25 ദിവസം പ്രായമായതിനെ കൊടുക്കുന്നത്. അപ്പോൾ വാക്സിൻ അവർക്ക് നമ്മൾ ആശുപത്രിയിൽ നിന്ന് അവൈലബിൾ ആക്കും. എടത്വ അമ്പലപ്പുഴ റോഡ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് സമീപം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ മുറവിളിക്ക് അധികാരികൾ ചെവി കൊടുക്കുന്നില്ലെന്നാണ് പരാതി. അടിയന്തരമായി റോഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് CPM തലവടി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV കുഞ്ഞുമോൻ പറഞ്ഞു.
എടത്തുവയൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല ആളുകളും ബൈക്കിൽ വരുന്ന ആളുകളും അതോടൊപ്പം തന്നെ ടൂ വീലർ മറ്റ് വാഹനത്തിൽ വരുന്ന ആളുകളെല്ലാം ഇവിടെ മറിഞ്ഞു വീണ് പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥന്മാർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. ഇത് നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു വഴിതടയൽ തന്നെ നടത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. അടിയന്തരമായിട്ട് PWA ഉദ്യോഗസ്ഥന്മാർക്കും അവരിത് ചെയ്തു തരുന്നില്ലെങ്കിൽ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ടൊരു ശക്തമായ സമരം ഈ സ്ഥലത്ത് ഉണ്ടാക്കാം എന്നാണ് ഇതിനകത്ത് പറയാനുള്ളത്. ബിവറേജസ് കോർപ്പറേഷൻ തകഴി ഔട്ട്ലെറ്റിൽ മോഷണം നടന്നു. ചൊവ്വാഴ്ച രാത്രി ജീവനക്കാർ ഷോപ്പ് പൂട്ടി മടങ്ങിയതിനു ശേഷം അർദ്ധരാത്രിയോടെയാണ് മോഷണ ശ്രമം നടന്നതെന്നാണ് അനുമാനം. ക്യാഷ് ലോക്കർ തല്ലിപ്പൊളിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. 15,000 രൂപയുടെ മദ്യക്കുപ്പികൾ നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. എടത്തുവ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പള്ളാത്തുരത്ത് വടക്ക SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ദൈവദശകം രചന ശതാബ്ദി ആഘോഷങ്ങൾ നടന്നു. ശാഖാങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി കുട്ടനാട് SNDP യൂണിയൻ കൌൺസിലർ CK ബാലു ഉദ്ഘാടനം ചെയ്തു. ആത്മസ്വരൂപദർശിയായ ശ്രീനാരായണ ഗുരുദേവൻ തന്റെ സത്യ സാക്ഷാത്കാരത്തിന്റെ സാക്ഷ്യപത്രമായി മാനവ സമൂഹത്തിന് നൽകിയ വരദാനമാണ് ദൈവദശകമെന്ന് CK ബാലു പറഞ്ഞു. TP രാജു അധ്യക്ഷനായിരുന്നു. TR പുരുഷൻ AK ലാലസൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആശാ പ്രദീപ് കോട്ടയം ദൈവദശക ക്ലാസ് നയിച്ചു. നമ്മൾ എത്രത്തോളം ഗുരുവിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി എത്രത്തോളം മഹാഗുരുവിനെ അറിയുവാനുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഇനിയെങ്കിലും ആവശ്യമാണ്. ഈ തിരിച്ചറിവ് നമുക്കില്ല എങ്കിൽ വീണ്ടും നമ്മൾ താന്നുപോകും, നമ്മൾ പിന്നെയും പിറകിലായി പോകും. ഇനി ചരമവാർത്തകൾ. പുളുങ്ങുന്ന് കായൽപ്പുറം കൊച്ചുവലിയ വീട്ടിൽ സിസിലി മത്തായി നിര്യാതയായി 83 വയസ്സായിരുന്നു സംസ്കാരം നടത്തി. ചങ്ങനാശ്ശേരി ഉമ്പിടിച്ചിറ പറക്കളത്തിൽ അബ്ദുൾ കരീം നിര്യാതനായി 75 വയസ്സായിരുന്നു ഖബറടക്കം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവ്, അതുല്യനായ നവോത്ഥാന നായകൻ എന്നീ നിലകളിൽ മഹാത്മാ അയ്യൻകാളിയുടെ വർത്തമാനകാല പ്രസക്തി വർദ്ധിക്കുകയാണ്. അയ്യൻകാളിയുടെ 73ാം ചരമവാർഷിക ദിനാചരണങ്ങൾ സംസ്ഥാന വ്യാപകമായി ആചരിച്ചു. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച പുളുങ്ങുന്ന ആലപ്പുഴ മണ്ണഞ്ചേരി പ്രദേശവാസികൾ വെൽഫെയർ പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വികസനം എന്തെന്നറിയാതെ കുട്ടനാട്ടിലെ ഉൾനാടൻ പ്രദേശങ്ങളായ കുപ്പപ്പുറവും നടുത്തുരുത്തും ഇലക്ഷൻ കാലത്ത് വാഗ്ദാന പെരുമഴയെങ്കിലും ഏട്ടിലെ പശു പുല്ലുതിനില്ലെന്ന് നാട്ടുകാർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.